അർജുൻ കല്യാട് ഇപ്പോൾ ഈ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മലയാലപ്പുഴ ശശി പറഞ്ഞിരിക്കുന്നത് പോലെ ഇനിയൊരു തുടർ പോസ്റ്റ്മോർട്ടത്തിനോ തുടർ പരിശോധനയ്ക്കോ സാധ്യതയില്ലാത്ത വിധം കൺക്ലൂസീവായൊരു റിപ്പോർട്ടായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറിയിരിക്കുകയാണ്. സംശയത്തിൻ്റെ ഒരു സൂചന പോലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു റീപോസ്റ്റ്മോർട്ടത്തിന് സാധ്യതയില്ല, മറ്റൊരു അന്വേഷണത്തിന് സാധ്യതയില്ല. അപ്പോൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഡോക്യുമെൻ്റായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറുകയാണല്ലേ? തീർച്ചയായിട്ടും വരുന്നു. അതായത് കുടുംബത്തിൻ്റെ ചില ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ് എന്ന് അവർ അറിയിച്ചിരുന്നു. ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിലെ കുടുംബമാണ് സ്ഥിരീകരണം നൽകേണ്ടത്. പക്ഷേ അങ്ങനെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ട് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി എന്നുള്ളതാണ് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ള ചില കുടുംബാംഗങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കളക്ടർ അങ്ങനെ ഒരു അട്ടിമറി സംശയിക്കേണ്ടതില്ല, കൃത്യമായ രീതിയിൽ ഒരു സുതാര്യമായ രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആ കുടുംബത്തിന് ഉറപ്പ് നൽകി എന്നുള്ളതാണ് പറയുന്നത്. ഇനി അങ്ങനെയാണ് എങ്കിൽ കൂടിയും എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് കുടുംബം അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും തിടുക്കപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് നൽകി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടത്? ഒരുപക്ഷെ ഫ്രീസറിൽ ഉൾപ്പെടെ അല്പസമയം 1-2 മണിക്കൂറുകൾ അധികം സമയം ഇവിടെ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് അത്രയും തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചെന്നതാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് ന്യായവുമാണ്. റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം തൂങ്ങിമരണം തന്നെയാണ് എന്ന നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തൽ.